എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ശ്രീലങ്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പ്രത്യേകത എന്നല്ലേ, ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക്. ഒരു കപ്പ് ഗോതമ്പാവ് എടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. സ്റ്റീമറിൻ്റെ മുകളിലത്തെ തട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ ഗോതമ്പാവ് ഇട്ട് കൊടുക്കാം. ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് എല്ലായിടത്തും 4 ഹോൾ ഇട്ട് കൊടുക്കാം. ഈ മാവ് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഇന്നത്തെ ആവശ്യത്തിന് മാത്രം സ്റ്റീം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഗോതമ്പാവ് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് 2-3 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. വെള്ളം നല്ലോണം തിളച്ചിട്ട് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ഇല വെക്കാം. ഈ സ്റ്റീം ചെയ്യണ മാവ് കൊണ്ട് നമുക്ക് 3 ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും കേട്ടോ. നൂൽപ്പിട്ട്, അതുപോലെ പുട്ട്, ദോശ, ഈ 3 റെഡിയാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ദോശയാണ് റെഡിയാക്കാൻ പോണത്. ആവി വെള്ളം വീഴാണ്ടിരിക്കാനാണ് കേട്ടോ നമ്മൾ ഇല വെച്ച് കൊടുത്തേക്കണേ. ഇനി അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാം. ഇത് സ്റ്റീം ചെയ്താൽ എങ്ങനെയാണ് അറിയാന്നുള്ളത് സ്റ്റീം ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടാണ് നമുക്ക് തുറക്കാം. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മുകളിലുള്ള വെള്ളം മാവിലേക്ക് ആവാണ്ട് വേണം ഈ ഇല എടുക്കാനായിട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റീം ആയത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. തൊട്ട് നോക്കുമ്പോൾ മാവ് നല്ല കട്ടിയായിരിക്കും, ഇതുപോലെ കട്ടിയായിട്ടുണ്ടാവും. നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കട്ടി ഫീൽ ചെയ്യില്ലേ, അതുപോലെ ഒരു കട്ടി ഉണ്ടാവും കേട്ടോ അങ്ങനെ കുത്തുമ്പോൾ. ഞാൻ മാവ് സ്റ്റീമറിന് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവ് ഇടുമ്പോൾ മനസ്സിലാവണില്ലേ, കട്ടയായിട്ടിരിക്കുന്നു മാവ് കേട്ടോ. ഇപ്പം നിങ്ങൾ കുറേ മാവാണ് എടുത്ത് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വയ്ക്കണം കേട്ടോ. അത് 1 കപ്പ് മാവാണ് ഞാൻ 15 മിനിറ്റ് വെച്ചേക്കണേ. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ വെക്കാനായിട്ട്. ഇനി നമ്മളിത് ചൂടോടുകൂടി തന്നെ പൊടിയാക്കി എടുക്കണം. ഈ കട്ടകളൊക്കെ നല്ല പൊടിയാക്കി എടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, മാവ് ഭയങ്കര ഹാർഡായി പോകും. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്ത് അരിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഇനി ഇത്ര പാടുപെടണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും ഇത് എത്ര ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. സാധാരണ ഇപ്പം നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മിക്കവർക്കും ഇഷ്ടാവില്ല. ഗോതമ്പ് ദോശ എപ്പോഴും ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഒട്ടലൊക്കെ ആയി വരും. പക്ഷെ ഇതുപോലെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അരിദോശ ഉണ്ടാക്കണ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കൈ വെച്ച് ഇനി ഉടച്ചു കൊടുക്കണം. കട്ടകളില്ലാണ്ട് പൊടിച്ചെടുത്തു. ഈ മാവൊന്ന് അരിച്ചെടുക്കാം. ഏത് ഗോതമ്പാവിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാട്ടോ. ഏതെന്ന് പറയാൻ കാരണം പാക്കറ്റിലെ ഗോതമ്പാവ് അല്ല, നമ്മൾ വീട്ടിൽ ഗോതമ്പ് പൊടി വാങ്ങിച്ച് പൊടിക്കണ റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പാവ്. ഈ പൊടികൾ നമ്മൾ എടുക്കില്ല, ഇത് കളയുള്ളൂ. ബാക്കിയുള്ളതും അരിച്ചെടുക്കാം. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ അരിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ റെസിപ്പി ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ എടുത്ത് നമുക്ക് റെസിപ്പി ഉണ്ടാക്കാം. ഇനി നമുക്ക് ദോശയ്ക്ക് മാവ് റെഡിയാക്കാം. 1/2 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും 2-3 പ്രാവശ്യം കഴുകി ഒരു 4 മണിക്കൂർ നമുക്ക് കുതിർത്തി വെക്കാം. 4 മണിക്കൂർ കുതിർത്തി വെച്ച ഉഴുന്നും ഉലുവയും ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ട സാധനം 1/4 കപ്പ് ചിരകിയ നാളികേരം, 1/4 കപ്പ് ചോറ്. വെള്ളരി ആയാലും മട്ടരി ആയാലും ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഫസ്റ്റ് ഉഴുന്നും ഉലുവയും അരച്ചെടുക്കാം. ഉഴുന്ന് കുതിർത്തി വെച്ച് ആ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കാൻ പോണത്. തികയാണ്ട് വരുന്നത് നമുക്ക് സാധാരണ വെള്ളം യൂസ് ചെയ്യാം. ഇനി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതേ ജാറിലേക്ക് എടുത്ത് വെച്ചേക്കണ ചോറ് ഇട്ട് കൊടുക്കാം, നാളികേരം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് അരച്ച ചോറും നാളികേരം ഉഴുന്നിൻ്റെ കൂടെ ചേർക്കാം. ജാറ് കഴുകിയ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചേക്കണ ഗോതമ്പാവ് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം. ഈ ബാക്കിയുള്ള ഗോതമ്പാവ് ഫുള്ളായിട്ട് ഇടുന്നത്. ഈ മാവ് നമുക്ക് ദോശമാവ് പോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി അരച്ച് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ. അതുപോലെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞില്ലേ ഗോതമ്പാവ്, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിത് 8 മണിക്കൂറാണ് പുളിക്കാനായിട്ട് എടുത്ത് വെക്കണേ. മാവ് പുളിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് 8 മണിക്കൂർ പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
മാവ് അരച്ച് വെച്ചിട്ട് 8 മണിക്കൂറായിട്ടാ. നല്ലോണം മാവ് പുളിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തു. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാവ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാവ് മാറ്റിയിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബബിൾസൊക്കെ വന്നതിന് ശേഷം സൈഡിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിഭാഗം റെഡിയായി. നമുക്ക് കല്ലിൽ നിന്ന് മാറ്റാം. നമ്മളെല്ലാ ദോശയും റെഡിയാക്കി എടുത്തു. അരിദോശ പോലെ തന്നെ നമുക്ക് ഗോതമ്പ് മാവിൽ തട്ടുകട ദോശ പോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സാധാരണ ഗോതമ്പ് ദോശ എടുത്ത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഒട്ടിയിരിക്കുമല്ലോ, ഈ ദോശ നമുക്ക് ഒട്ടിയിരിക്കേ ഇല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.